അപ്പോൾ അങ്ങനെ വചനം പഠിച്ചു കഴിഞ്ഞപ്പോൾ വചനം പഠിക്കുന്നുള്ള ദാഹമായിട്ട് തോന്നി. പിന്നെ ഞാൻ എഴുതി പഠിക്കുകയോ ചെയ്യുന്നത്. ബുക്ക് വാങ്ങിച്ചിട്ട് ബുക്കിനകത്ത് എഴുതും. പഠിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ദയം എടുക്കും. ഒരു 6-7 പ്രാവശ്യം വായിക്കും മനസ്സിരുത്തി. അത്രയും പ്രാവശ്യം എഴുതും. എന്നിട്ട് ബൈബിൾ മാറ്റി വെച്ചിട്ട് പഠിച്ചത് എന്താണെന്നുള്ളത് പറഞ്ഞ് ഇങ്ങനെ തുടങ്ങും. എന്തെങ്കിലും സംശയം വന്ന ബൈബിൾ തുറന്നു. അങ്ങനെ ഞാൻ പഠിക്കുന്നത്. അങ്ങനെ ഒരു 60-62 അധ്യായത്തോളം എനിക്ക് ബൈബിളിലെ കാണാതെ അറിയാം. 33 അധ്യായം സങ്കീർത്തനം അറിയാം. എല്ലാം കൂടി ഒരു 60 അധ്യായത്തിൽ കൂടുതൽ വചനം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ എഴുതി പഠിച്ചതാണ്. എല്ലാ ദിവസവും എഴുതും. 2-3 മണിക്കൂർ അതിനുവേണ്ടി തന്നെ പലപ്പോഴായിട്ട് മാറ്റി വയ്ക്കും. അങ്ങനെ എഴുതിയാണ് ഇത്രയും വചനം പഠിച്ചത്. 2015 മുതലാണ് ഞാൻ വചനം എഴുതി തുടങ്ങിയത്. അങ്ങനെ എഴുതി ഒരു 110 ബുക്കോളം, ഡയറി ബുക്ക്, കോളേജ് ബുക്ക്, ഡയറി ഉൾപ്പെടെ 110 ബുക്കോളം ആയിട്ടുണ്ട്. വചനം മാത്രം എഴുതി. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ട നാളുകളും മറന്നുപോയി. അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും വരുന്നില്ല. ഒത്തിരി വ്യത്യാസങ്ങൾ കുടുംബത്തിൽ വരാൻ തുടങ്ങി. നമുക്ക് വലിയ എന്നും അസുഖങ്ങളും കാര്യങ്ങളുമായിട്ടിരുന്നത് അതെല്ലാം മാറി. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് മോനൊരു ചെറിയ ജോലി കിട്ടി. അങ്ങനെ അവനങ്ങനെ ഇതായി പോയി.